മലയാളം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാറായി. ഇനി റിവ്യൂവേഴ്സിൻ്റെ PR ടീമിൻ്റെയും ചാകരയായിരിക്കും. BB ഹൗസിലുള്ളതിനേക്കാളും കൂടുതൽ ഗെയിം പുറത്താണ് നടക്കുന്നത്. കാരണം പൈസ മേടിച്ചതിൻ്റെ ഔചിത്യം കാണിക്കണമല്ലോ. രാജാവില്ലാത്ത മലയാളം ബിഗ് ബോസ് ഇല്ല. രാജാവില്ലെങ്കിൽ പുറത്തിരിക്കുന്ന കാണികൾക്കൊരു സുഖവുമില്ല. ഏതെങ്കിലും നന്നായിട്ട് കളിക്കുന്നൊരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റിനെ ഡീഗ്രേഡ് ചെയ്ത് തുടങ്ങും. പിന്നെ കപ്പ് അവർക്കെന്ന് പ്രചാരണം നടത്തും. ആര്യയും ദിൽഷയും ജാസ്മിനും എല്ലാം ഇതിൻ്റെ ബലിയാടാണ്. BB ഗെയിം എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത കുറേ പേരിരുന്ന് കാണും. കുറേ പേര് സദാചാര ഗുണ്ടായുസം കാണിക്കും. ചിലർ സൗന്ദര്യം നോക്കും. ചിലർ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു കോംബോ ഉണ്ടാക്കി പ്രചാരണം നടത്തും. അത് വൈൽഡ് കാർഡ് അകത്ത് പോയി പറയും. പിന്നെ ആ പേർ അവരുടെ ഗെയിം അവിടെ കണ്ടിന്യൂ ചെയ്യും. കാരണം ജനം അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. ചിലർ സഹതാപ വോട്ട് ചെയ്യും. ഇതൊക്കെ ഒരു ഗെയിമാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ പേരാണ് ഈ ബിഗ് ബോസ് കാണുന്നത്. മൂളയില്ലാത്ത ഒരു ക്രിയേറ്റിവിറ്റിയും മേക്കേഴ്സിനെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ആങ്കർ. അവതാരകൻ ആദ്യം പോയി ആങ്കറിങ് എന്താന്ന് സൽമാൻ ഖാൻ്റെ അടുത്തൊന്ന് പോയി പഠിച്ചിട്ട് വരേണ്ടിയിരിക്കുന്നു. വീക്കെൻഡാണ് ഏറ്റവും ബോറിങ്. മേക്കേഴ്സ് എന്തൊക്കെയോ ഗെയിംസൊക്കെ കാണിക്കുന്നു. ഒരു ഇൻട്രസ്റ്റിങ്ങും അല്ല. ഇനി മുതൽ നമുക്ക് ബോറിങ് മോർണിംഗ് ടാസ്കും കലോത്സവവും സ്റ്റോറി ടെല്ലിങ്ങും പിന്നെ കുട്ടിയും കോലും പോലുള്ള ഗെയിംസും ബലൂൺ വീർപ്പിക്കലും പൊട്ടിക്കലും എല്ലാം കണ്ട് രസിക്കാം. പിന്നെ PR ടീം റിവ്യൂവേഴ്സും അവർക്ക് തോന്നിയവരെ സപ്പോർട്ട് ചെയ്യും. കുറേ പേരെ ഉയർത്തിക്കൊണ്ട് നടക്കും, കുറേ പേരെ താഴ്ത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ബിഗ് ബോസ് മലയാളം ഇതിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പിന്നെയും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്? വെറും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ. കഴിഞ്ഞ വർഷം ജാസ്മിനെ ഗബ്രിയെയും ജാസ്മിൻ്റെ ഗെയിം നെഗറ്റീവായിരുന്നായിരിക്കാം, പക്ഷേ അത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കാണും. പിന്നെ ഈ ജാസ്മിൻ്റെ ഹൈജീൻ മാത്രം എടുത്ത് കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അതൊക്കെയാണോ ബിഗ് ബോസ് ഗെയിം? ശരിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ബിഗ് ബോസ് ഹിന്ദി ഫാനാണ്. ഞാനൊരിക്കലും ഇങ്ങനത്തെ ചീത്ത ഒട്ടും ഒരു ഗെയിം ബിഗ് ബോസ് എന്നുള്ള പേര് തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഗെയിം ഞാൻ വേറൊരു ഭാഷയിലും കണ്ടിട്ടില്ല. അപ്പം മേക്കേഴ്സ് ഇച്ചിരി കൂടെ പ്രവർത്തിക്കണം.